എങ്ങോട്ട് ഈ വാലിനെ തീ പിടിച്ച പോലെ ഓടണം. നിങ്ങൾ ആ കത്രീനെ അന്വേഷിക്കണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു ചെറുക്കനെ കൊണ്ട് കാണിക്കട്ടോ. 10 കത്തി വള്ളം കയറ്റിപ്പോ ഇല്ലാത്ത വേദനയാണോ ഈ ഇത്തിരികളുള്ള സൂചി കുത്തുന്നത്? ചേച്ചി ഇവിടെ ഇവിടെ മീൻ കച്ചവടം എന്നൊക്കെ പറഞ്ഞ ഒരു കൈവിട്ട കളിയാ ചേച്ചി. മീനൊക്കെ ഭയങ്കര വിലയാ. എന്തിനാ ചേച്ചി വിലയില്ലാത്തത്? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പൊള്ളുന്ന വിലയല്ലേ? അത് നേരാ. നമുക്കുള്ളതോ 10 നാളികേരം. അത് കൊടുക്കാൻ ചെന്നാലോ തീരെ വിലയില്ല. എന്നാൽ നമ്മൾ വാങ്ങാൻ ചെന്നാലോ തീ പിടിച്ച വിലയും. ഹോ, എങ്ങനെ ജീവിക്കാനാ? നല്ല മീനാ, എടുക്കട്ടെ 1 കിലോ? 1 കിലോ ഒന്നും വേണ്ട ചേച്ചി, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, ഒരു 1/2 കിലോ മതി. നല്ല മീനാ, അതുകൊണ്ടാ പറഞ്ഞേ. ആ, എന്തായാലും ഒരു 1/2 കിലോ എടുക്കും. അരങ്ങി അര. ആ, അത് നമ്മുടെ ബാപ്പുട്ടിക്കാണല്ലോ വരുന്നേ. ആ, അതെ അതെ. ഇന്ന് ആരെയോ പറ്റിക്കാൻ ആടുമായിട്ട് ഇറങ്ങിയിരിക്കുന്നേ. അല്ല ബാപ്പുട്ടിക്ക, ഈ ആടിനെ കൊണ്ട് ഇങ്ങോട്ടാ? അതാ പറയുന്നു, അപ്പളേക്ക് കൊടുക്കാനാണ്. ഓ, അയാൾക്ക് ഇനി അതിന്റെ കുറവും കൂടെ ഉള്ളൂ. അല്ല, ഇക്ക ആ കത്രീനയുടെ കൊച്ചിന് ഒരു ചെക്കനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്താ ഇക്ക കൊണ്ടുവരാത്തത്? എങ്ങനെയെങ്കിലും ആ കൊച്ചിന്റെ കല്യാണം ഒന്ന് നടക്കാനുള്ള ഏർപ്പാട് ചെയ്തു കൊടുക്കുക. അത് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഈ ബന്ന ഞായറാഴ്ചയുള്ളൂ ഒരു ചെക്കനെ കൊണ്ട് നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ളൂ വേറെ എന്ത് പരിപാടി. എന്നാ മീനെന്നാ? ഇക്കാക്കുള്ള മീൻ ഈ കുട്ടരില്ല. അതെന്താ? ഇത് മീനല്ലേ? അത് മീൻ വാങ്ങേണ്ടവർക്കല്ലേ മീൻ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ മീനൊക്കെ മേടിക്കാറുണ്ട്, പക്ഷേ ഈ മനുഷ്യന്മാരെ കൊല്ല പൊടിയിട്ടേ മീൻ കച്ചവടം തുടങ്ങിയ പിന്നെ നമ്മളാ ഏർപ്പാട് നിർത്തി. കേക്ക് വേണ്ടെങ്കിൽ വേണ്ട, എങ്ങനെ ജീവിച്ചു പൊക്കട്ടേക്ക. ഒന്ന് പിടിച്ചോ മോളെ. ആ ചേച്ചി ഒരു പാവമേക്കാ. നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, നമ്മൾ ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേ. എങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ അവരെ ഒരവസ്ഥ നോക്കിയാലേ. ആ, നിങ്ങൾ താമസിച്ചപ്പോൾ ഞാൻ കരുതി ഇന്ന് വരത്തില്ലായിരിക്കുമെന്ന്. അതെന്ത് ഭർത്താനാണ് നിങ്ങൾ പറയുന്നത്? നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യണ ആളല്ലേ നമ്മള്. എന്നാ കേറുവാ. ഇതാണ് നമ്മൾ പറഞ്ഞ ചെക്കൻ, നല്ല മിടുമിടുക്കൻ ചെക്കൻ. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ഒരു ചേച്ചിയുണ്ട്. അവർ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ. ഒരു നല്ല വീട്, 15 ഏക്കർ സ്ഥലം, പിന്നെ ഒരു പെട്ടിക്കടയുണ്ട്. മോശപ്പെട്ട കേസുമായിട്ട് നമ്മൾ വരുമോ? ഭർത്താനൊക്കെ പിന്നെ പറയാം. നിങ്ങൾ പെണ്ണിനെ വിളിക്കുക. ഓ, അത് മറന്നു മോളെ.
ഇതാ ചായ. ഇതാണ് പെണ്ണ്. ശരിക്കും കണ്ടോണം കേട്ടോ. ഇനി കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞേക്കരുത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോണം. എന്താ പേര്? സുഷമ. എത്ര പഠിച്ചു? 9ാം ക്ലാസ്. അപ്പോഴാണ് എൻ്റെ മോളുടെ അച്ഛൻ മരിച്ചത്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിട്. എന്നാൽ നമുക്ക് പോയാലോ? നമുക്കുള്ളത്